നമസ്കാരം. ശുഭദിനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്വേതവരാഹകൽപ്പത്തിലെ 7ാമത്തെ ചതുർയുഗമായ വൈവസ്വത മന്വന്തരത്തിലെ 28ാമത്തെ ചതുർയുഗമാണ്. കലിയുഗം തുടങ്ങിയിട്ട് 5126ാമത്തെ വർഷമാണ്. ഇന്ന് കലിദിന സംഖ്യ വരുന്നത് 18,72,514ാമത്തെ ദിവസമാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ സ്വർഗാരോഹണം ചെയ്ത ദിനം മുതൽക്കാണ് കലിദിനം എണ്ണി തുടങ്ങിയിട്ടുള്ളത്. മലയാള സമ്പ്രദായത്തിലെ കൊല്ലവർഷക്കണക്കനുസരിച്ച് 1201 ആണ്ട് തുലാമാസം 14 തീയതിയാണ്. ശകവർഷക്കണക്കനുസരിച്ച് 1947 കാർത്തിക മാസം 9 തീയതിയാണ്. ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് 2025 ഒക്ടോബർ മാസം 31 തീയതിയാണ്. ഇന്ന് തിഥി നവമി തിഥിയാണ്. ശുക്ലപക്ഷത്തിലെ നവമിയാണ്. രാവിലെ 10:03 വരെയുള്ള സമയത്താണ് തുറന്ന് ദശമി തിഥി ആരംഭിക്കും. നക്ഷത്രം വരുന്നത് അവിട്ടം നക്ഷത്രമാണ്. വൈകിട്ട് 6:50 വരെയുള്ള സമയത്ത് ഈ അവിട്ടം നക്ഷത്രമുണ്ട്. തുടർന്ന് ചതയം നക്ഷത്രമാണ്. കരണം വരുന്നത് പന്നിക്കരണമാണ്. രാവിലെ 10:03 വരെയുള്ള സമയത്താണ് പന്നിക്കരണം. നിത്യയോഗം വരുന്നത് വൃദ്ധിനാമ നിത്യയോഗമാണ്. നാളെ രാവിലെ 6:15 വരെയുള്ള സമയത്ത് വൃദ്ധിനാമ നിത്യയോഗം വരുന്നുണ്ട്. ചോതി ഞാറ്റുവേലയാണ്. ശരത്ത് ഋതുവാണ്. ദക്ഷിണായന കാലമാണ്. ഇന്ന് ഉദയം സംഭവിക്കുന്നത് രാവിലെ 6:17 ഉദയം സംഭവിക്കുന്നു. വൈകിട്ട് 5:57 40 അസ്തമയം സംഭവിക്കുന്നു. ദിനമാനം വരുന്നത് 11:40 22 ഓരോ ദിവസം ചെല്ലുന്തോറും 7-8 സെക്കൻഡുകളുടെ വ്യത്യാസം ദിനമാനത്തിൽ അതായത് പകലിൻ്റെ ദൈർഘ്യത്തിൽ കുറവ് സംഭവിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ദോഷകാലങ്ങളാകുന്ന രാഹുകാലം സംഭവിക്കുന്നത് രാവിലെ 10:39 തുടങ്ങി 12:07 വരെയുള്ള സമയത്താണ്. ഗുളികകാലം സംഭവിക്കുന്നത് 7:44 മുതൽക്ക് 9:12 വരെയുള്ള സമയത്താണ്. യമകണ്ഠകാലം വരുന്നത് ഉച്ചകഴിഞ്ഞ് 3:02 തുടങ്ങി 4:30 വരെയുള്ള സമയത്താണ്. ഈ 3 കാലങ്ങളും വർജ്യകാലങ്ങളാണ്, ദോഷകാലങ്ങളാകയാൽ. അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 11:43 മുതൽക്ക് 12:05 വരേക്കും. തുറന്ന് മധ്യത്തിൽ ഉള്ള 4 മിനിറ്റ്. സന്ധ്യയാകിയാൽ വർജിച്ചിട്ട് 12:09 മുതൽക്ക് 12:31 വരെയുള്ള സമയത്താണ് ഈ അഭിജിത്ത് മുഹൂർത്തം. മറ്റ് മുഹൂർത്തങ്ങളില്ലാത്ത ദിവസങ്ങൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏതെങ്കിലും അന്നേ ദിവസം തന്നെ ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഒരു മുഹൂർത്തമായിട്ട് എടുക്കാം എന്ന് ആചാര്യ സമ്മതമുള്ളതാണ്. ഇന്ന് ചന്ദ്രാഷ്ടമം വരുന്നത് മിഥുനക്കൂറുകാർക്കാണ്. മകയിരം അവസാനത്തെ 2 പാദം, തിരുവാതിര പുണർത്തിൻ്റെ ആദ്യത്തെ ഒരു പാദം. ഈ നക്ഷത്രക്കാർക്ക് അഷ്ടമത്തിൽ ചന്ദ്രൻ വരുന്ന ദിവസമാകിയാൽ ഇന്നത്തെ ദിവസം അവർക്ക് പൊതുവെ ശുഭമല്ല. നൂതന കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുക, പ്രധാനപ്പെട്ട യാത്ര ഇതൊക്കെ ഇന്ന് നടത്താതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്ന് നക്ഷത്രം വരുന്നത് അവിട്ടം നക്ഷത്രമാണ്. ഉപനയനം നടത്തുക, ചൗളം നടത്തുക, ഗൃഹം സംബന്ധിച്ച് അതിൻ്റെ ഉദ്യാനം, അതുപോലെ നൂതനമായിട്ടുള്ള വാഹനം പഴയകാലത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ ഗജം, അശ്വം മുതലായിട്ടുള്ള സംഗ്രഹിക്കുക, യുദ്ധകാര്യങ്ങൾ ഇതൊക്കെയും അവിട്ട നക്ഷത്രത്തിന് അനുകൂലമാണ്. ഇന്ന് തിഥി വരുന്നത് നവമി തിഥിയാണ്. ശുഭകർമ്മങ്ങൾക്ക് നവമി തിഥി അനുകൂലമല്ല. യുദ്ധം, കലഹം, ചൂത്, അതുപോലെ വിഷം, അഗ്നി, ശസ്ത്രം ഇവ സംയോജിപ്പിച്ചുകൊണ്ടുള്ള കർമ്മങ്ങൾ, വാസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ശില്പകർമ്മങ്ങൾ, അതുപോലെ നൃത്തത്തിനും ഒക്കെ നവമി തിഥി അനുകൂലമാണ്. മറ്റു ശുഭകർമ്മങ്ങൾക്ക് ഇന്ന് വിധിച്ചിട്ടില്ല. നമസ്കാരം.